ഞാൻ പൊതുരംഗത്ത് കടന്നു വന്നത്. കുട്ടിക്കാലം ഞാൻ ഒരു മതപണ്ഡിതൻ്റെ മകനായി ഒരു ഇടത്തരം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. 10ാം ക്ലാസ് പാസ്സായപ്പോൾ പഠിക്കാൻ കഴിയാതെ വന്ന സമയത്ത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പഠിക്കേണ്ടി വന്നു. കോളേജ് ജീവിതം പൂർത്തിയാക്കിയതൊക്കെ മറ്റുള്ളവരുടെ സഹായം കൊണ്ടും അവരുടെ സപ്പോർട്ടോടു കൂടിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം അങ്ങനെ മറ്റുള്ളവരാൽ ജീവിക്കാൻ അവസരം കിട്ടിയ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുക എന്നത് എൻ്റെ ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ കണ്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ കുട്ടിക്കാലം മുതൽ ഈ പൊതുരംഗത്ത് കടന്നു വന്നത്. 1974 കാലഘട്ടത്തിൽ ഞാൻ തിരൂർ താലൂക്ക് MSFൻ്റെ ജനറൽ സെക്രട്ടറിയും പിന്നീട് പ്രസിഡൻറ്റും, അതിനുശേഷം 1978-79 മലപ്പുറം ജില്ല MSFൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നീട് കോളേജിൽ ജോയിൻ ചെയ്തത് വള്ളത്തുള്ളിലും അറബിക് കോളേജിലാണ്, ഫറൂഖ് കോളേജിലാണ് എൻ്റെ തുടക്കം. പിന്നീട് അവസാനം അൻസാർ കോളേജിൽ നിന്ന് വളവന്നൂർ അൻസാറിൽ നിന്ന് അഫ്ലൽ ഉലമയും പിന്നീട് BAയും അങ്ങനെ കോളേജ് ജീവിതം പൂർത്തിയാക്കിയ ഞാൻ ആ സമയത്താണ് വളരെ അവിചാരിതമായി അന്നത്തെ നായനാരി സർക്കാർ കൊണ്ടുവന്ന അറബിക്ക് ഉറുദു ഭാഷകൾക്കെതിരെ കൊണ്ടുവന്ന കരി നിയമം എന്ന് ഞങ്ങൾ പറയുന്ന ആ നിയമത്തിനെതിരായിട്ട് ഉള്ള യൂത്ത് ലീഗിൻ്റെ സമരത്തിൽ ഭാഗഭാക്കായത്. MSFൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ആ സമരത്തിൽ ഭാഗഭാക്കാകുകയും വളരെ ക്രൂരമായി പോലീസിൻ്റെ മർദ്ദനമേറ്റ് ആദ്യം മഞ്ചേരി ഹോസ്പിറ്റലിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിക്കുകയും ചെയ്തു. 5-6 മാസക്കാലത്തോളം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വന്നപ്പോൾ എന്നെ തേടിയെത്തിയത് ഒരുപാട് കേസുകളായിരുന്നു. പാലം പൊളിച്ച കേസ്, അന്ന് ഹൃദയാഘാതം മൂലം മരിച്ച കണ്ണൻ്റെ കൊലപാതക കേസിലെ 37ാമത്തെ പ്രതിയായിരുന്നു. അങ്ങനെ ഒരുപാട് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന നിലയ്ക്ക് എൻ്റെ സുഹൃത്ത് ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്ന അഹമ്മദ് എന്ന് പറയുന്ന സുഹൃത്തിന് എനിക്ക് നൽകിയ വിസയിലാണ് ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ വന്ന് പെട്ടത്. ഫുജറ നാഷണൽ വർക്ക്ഷോപ്പ് എന്നായിരുന്നു ആ കമ്പനിൻ്റെ പേര്. എനിക്ക് ആദ്യം കിട്ടിയ ജോലി ക്ലീനിങ് ആയിരുന്നു. അതായത് അത് വർക്ക്ഷോപ്പാണ്, ഒത്തിരി വണ്ടികൾ പിന്നെ റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ്, വലിയ ടിപ്പറും വലിയ ട്രെയിലറൊക്കെ. അപ്പം അതിൻ്റെ പാർട്സുകളും എൻജിനൊക്കെ കഴുകുക, ക്ലീൻ ചെയ്യുക, എന്നിട്ട് ഫിക്സ് ചെയ്യുക. ആ ജോലിയുടെ ഭാഗം ആയി എനിക്ക് ക്ലീനിങ് ജോബാണ് കിട്ടിയത്. ഒരു കൊല്ലക്കാലം ഞാൻ ആ ജോലിയിൽ പലപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരുപാട് കുട്ടികളുടെ നേതാവായിട്ട് യൂണിവേഴ്സിറ്റി യൂണിയനിൽ വൈസ് ചെയർമാനൊക്കെ ആയി മത്സരിച്ച് വന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പദവികളും അലങ്കരിച്ച് ഞാൻ ഇവിടെ വന്ന്, അതും ഒരുപാട് ഡിഗ്രിയൊക്കെ എടുത്ത് ഞാൻ ഇവിടെ ഒരു ക്ലീൻ ജോലി, പ്രത്യേകിച്ച് ഈ കരിയോയിലിൽ പുരണ്ട ആ ജീവിതവുമായി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഒരുപാട് അസ്വസ്ഥനായിരുന്നു ഞാൻ. പക്ഷേ സർവൈവലിന് വേണ്ടി ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ എങ്കിലും എൻ്റെ സുഹൃത്തിനോട് പറയണം, എനിക്ക് ഇറങ്ങിപ്പോകണം, ഇനി കഴിയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതായാലും ഒരു കൊല്ലമാവാൻ പോകുന്നു, നീ ഇവിടെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണർ ഇവിടുത്തെ ഭരണാധികാരിയുടെ അനുജൻ ഷെയ്ഖ് സാലഹ് ബിൻ ഷർക്കിയാണ്. അദ്ദേഹത്തെ കണ്ടാൽ കാര്യങ്ങളൊക്കെ ഭംഗിയാവും, നല്ലൊരു ജോലി കിട്ടും. അദ്ദേഹത്തെ കാണണമെങ്കിൽ ഒരു വഴിയുള്ളത്, അദ്ദേഹം വീക്കെൻഡുകളിൽ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിൽ ഫുട്ബോൾ കളിക്കാൻ പോവാറുണ്ട്. കളി കഴിയുമ്പോൾ നിനക്ക് പോയി കാണാം എന്ന് അദ്ദേഹം എന്നെ ഉപദേശിച്ചു. ആ ഉപദേശം സ്വീകരിച്ച് ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തെ ഫാം ഹൗസിൽ കളി കാണാൻ പോയതാണ്. വളരെ യാദൃച്ഛികമായിരുന്നു. ചെന്നപ്പോൾ നിമിത്തം അല്ലെങ്കിൽ തലയിലേത്ത് ഇത് ഞാൻ എൻ്റെ പുസ്തകത്തിലൊക്കെ ഞാൻ എഴുതിയ പോലെ
സെക്സാലിൻ്റെ എതിർ ടീമിൽ 11 ആളിൽ 10 ആളുകളിൽ ഒരാൾക്ക് ഷോട്ട് കമ്മി വന്നപ്പോൾ ആരെങ്കിലും കളിക്കാൻ തയ്യാറുണ്ടോ, കളിക്കാൻ കഴിയുന്ന ആളുകൾ ഇതിബടി ഇത് ടു പ്ലേ. അത് ദൈവമായിട്ട് തന്നെ ഒരുക്കി വെച്ചിരുന്ന ഒരു വേക്കൻസി ആയിരുന്നു. അതായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് ഐ ക്യാൻ. ഓക്കെ, ഇങ്ങനെ എൻ്റെ കയ്യിലാണെങ്കിൽ ഷൂ ഇല്ലായിരുന്നു, കളിക്കാൻ പറ്റിയ ഷൂ ഇല്ലെങ്കിലും ഞാൻ പിന്നെ ഷൂ ഇല്ലാതെ തന്നെയാണ് ഞാൻ ഫുട്ബോൾ കളിക്കാൻ ഞാൻ കളത്തിലിറങ്ങിയത്. മലപ്പുറത്തിൻ്റെ എന്നും അഭിമാനമാണ് ഫുട്ബോൾ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അല്ല, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ തലത്തിൽ തന്നെ പിന്നെ കളിക്കാനൊക്കെ പക്ഷേ വിജയിച്ചിട്ടൊന്നുമില്ലെങ്കിലും ടീമിൽ ഫുട്ബോൾ ടീമിൽ ഞാൻ കോളേജിൻ്റെ ടീമിൽ അംഗമായിരുന്നു. പിന്നെ ഞങ്ങളെ പുത്തൂരിപ്പാടത്ത് ദിവസവും ഞങ്ങൾക്ക് കളിക്കുമായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ക്ലബ്ബ്, സന്തോഷ് ക്ലബ്ബ്, അതിൻ്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. അങ്ങനെ ഒത്തിരി നന്നായി കളിച്ച ശീലമുണ്ടായിരുന്നു. സെവൻസ് ആയിരുന്നു. സെവൻസ് ആയിരുന്നു. അപ്പോൾ ആ കളി ഇവിടെ എടുത്തപ്പോൾ 1-2 പ്രാവശ്യം ഗോളടിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു എന്നോട് വന്നിട്ട് എല്ലാവരും ഗോള് ആദ്യം സെക്സാലിൻ്റെ ടീമിൽ അടിച്ചപ്പോൾ പേടിച്ചു പലരും. അങ്ങനെ അടിക്കാൻ പതിവില്ല പോലും, അത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും നിശബ്ദരായി നിങ്ങൾ നോക്കി ഇങ്ങനെ എന്താ സംഭവിക്കുമെന്ന് അറിയാതെ. അപ്പം എനിക്കും മനസ്സിലായില്ല എന്താ. അപ്പോൾ ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻ. They said you should not goal against Seksala. I said എനിക്കറിയില്ലായിരുന്നു അത്. അപ്പം ഞാൻ സെക്സാലിനോട് പോയി പറഞ്ഞു സോറി. യെസ്, നോ ഗോ ഹെഡ്, ഡു യുവർ നാച്ചുറൽ പ്ലേ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞാൻ ഗോൾ അടിച്ചില്ല. അത് കളി കഴിഞ്ഞപ്പോൾ സെക്സാല എന്നോട് ചോദിച്ചു ഫ്രം വേർ യു ആർ, എവിടെയാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ആയോ. ഞാൻ BA MA ഒക്കെ എടുത്ത ആളാണ്, പക്ഷേ എനിക്ക് ജോലി കിട്ടിയത് അതാണ്, അതുകൊണ്ട് എനിക്ക് നല്ല ജോലി കിട്ടുക, അല്ലെങ്കിൽ ഞാൻ പോവാണ്. അപ്പം ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വെരി ഗുഡ് ടൈം ഫോർ യു. നാളെ ഞാൻ അവിടെ ഞങ്ങൾ കമ്പനി പുതുതായിട്ട് ഓപ്പൺ ചെയ്യുന്നത്, ഫുജാറ നാഷണൽ ഷിപ്പിംഗ് കമ്പനി. നിങ്ങൾക്ക് കാണാം അവിടെ ഇപ്പോഴും ഉണ്ട് ആ ഷിപ്പിംഗ് കമ്പനി അവിടെ റൗണ്ട് ബോട്ടിൽ. ഒരു ക്ലർക്കായിട്ട്, സെക്രട്ടറി ഇല്ല, ആ സെക്രട്ടറി ആയിട്ട് ഇതിൽ പോയി ജോലി ചെയ്യാം. ചെന്ന് നോക്കുമ്പോൾ പിറ്റേ ദിവസം ഞാൻ ചെന്നു, അവിടെ ഒരു ഇംഗ്ലീഷ്കാരൻ റോസ് എന്ന് പറഞ്ഞ ആളാണ് അവിടുത്തെ മാനേജർ. സെക്രട്ടറി ഇല്ല, കർക്കില്ല, ആരുമില്ല, ഞാനും അയാളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ സെക്രട്ടറി ഫോൺ എടുക്കും. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് എന്നെ അദ്ദേഹം ഇങ്ങനെ പരീക്ഷിക്കും, കയ്യുമായി കെട്ടി. നമ്മൾ യെസ് സർ ഐ ക്യാൻ എന്നൊക്കെ പറയും. ഞാൻ ചായ ഉണ്ടാക്കി നന്നായി പഞ്ചാരൊക്കെ കൂട്ടി നന്നായി കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അയാളെ ഞാൻ കയ്യിലെടുത്തിരിക്കും, ഇതാക്കി തോണ്ട് കോഫി കൊടുത്തിട്ട്. എന്തായാലും ശരി. പിന്നീട് അവിടെ ക്ലറിക്കൽ പോസ്റ്റ് വന്നപ്പോൾ അയാൾ എന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ അവിടുന്ന് ക്ലർക്കായി. പിന്നീട് ഷിപ്പിംഗ് കമ്പനിയുടെ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റായി, ബുക്ക് കീപ്പറായിട്ട് അങ്ങോട്ട് മാറ്റി. എനിക്കാണെങ്കിൽ ഡെബിറ്റിൻ്റെ ക്രെഡിറ്റ് ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. കാരണം ഈ അറബിക്ക് MA പഠിച്ചിരിക്കുക, പിന്നെ കൊമേഴ്സ് ഒരു അങ്ങോട്ട് ABCD അറിയില്ലായിരുന്നു. പക്ഷേ അവർ എന്നെ പഠിപ്പിച്ചു. ഇവിടെ ഓഡിറ്റിംഗ് കമ്പനിയിൽ നിന്ന് ഒരാളെ വരുത്തി സെക്സാല എന്നെ അക്കൗണ്ട്സ് പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു അക്കൗണ്ടൻ്റായി രംഗത്ത് വന്നു. അങ്ങനെ അക്കൗണ്ടൻ്റായി രംഗത്ത് വരുമ്പോൾ 1984 എനിക്ക് കൃത്യം ഓർമ്മയുണ്ട്. ഷെയ്ഖ് പുതിയ ഭരണാധികാരി, കാരണം അദ്ദേഹത്തിൻ്റെ കൂടിയായിരുന്നു ഈ കമ്പനി. അദ്ദേഹം ഞങ്ങളൊക്കെ സ്റ്റാഫിനെ സന്ദർശിക്കാൻ വേണ്ടി വന്ന സമയത്ത് എല്ലാവരും സന്ദർശിച്ചു, കൈയൊക്കെ കൊടുത്തു. അങ്ങനെ ഒരാൾക്കാർ ചോദിച്ചപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ അറബിയിലാണ് ഉത്തരം പറഞ്ഞത്. അതിൽ യോനോട് ചോദിച്ചു കൈഫ് ഹൗ യു നോ അറബിക്. then I said യോനസ് തൊഴിലുറക്ക് അല്ല ഫിൽ കുലിയ അറബിയ, അറബി കോളേജിൽ പഠിച്ചിരുന്നു കുറേ കാലം. ഞാൻ ലഫ്റ്റിലുള്ള ഡിഗ്രി എടുത്തു ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇംപ്രസ്ഡ്. അപ്പോൾ ഓക്കെ വൈ കാൻ യു work for me and as an accountant. I am looking for an accountant who knows Arabic and English. I said, okay, why not you? Yes. താങ്കൾ ആ അവസരം യൂട്ടിലൈസ് ചെയ്തു. അതാണ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാൻ കഴിയുക എന്ന് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് വരാൻ പോകുന്ന ഗൾഫിൽ ജോലിയൊക്കെ അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു പാഠം. ഞാൻ കുട്ടികളോട് പലപ്പോഴും ഇതൊക്കെ പറയും. ഞാൻ ആദ്യം വന്ന സമയത്ത് AC ഇല്ലായിരുന്നു, കഷ്ടപ്പെട്ടിരുന്നു, ഞാൻ TV കാണാറില്ലായിരുന്നു, TV ഇല്ലായിരുന്നു, എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം 850 ദിർഹമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾ വലിയ
അക്ഷരത്തിൽ ഇങ്ങനെ നോക്കും. ചില കുട്ടികൾ പിന്നെ അയാളുടെ കഷ്ടപ്പാടൊക്കെ എന്നോട് പറ്റുന്ന വലിയ കാര്യമുണ്ട്, അങ്ങനെ ചില ആളുകൾ അങ്ങനെയുണ്ട് കുട്ടികൾ. പക്ഷേ ഇതൊക്കെ ആയിരുന്നു ലൈഫ് സ്റ്റൈൽ, അതായിരുന്നു. അങ്ങനെ സിക്ക് എന്നെ അങ്ങോട്ട് എടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റിക്ക് അക്കൗണ്ടൻ്റായി എടുത്തു. അതിന് ശേഷം പിന്നീടുള്ള അതിൻ്റെ പിന്നെ സഹായം കൊണ്ട് ഒത്തിരി അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഞങ്ങളെ പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫൈനാൻസ് കൺട്രോളറായി. അതിനുശേഷം ഇപ്പോൾ ഞാൻ മാനേജറായി ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ സെക്കൻഡ് പല കമ്പനികളിലും ഡയറക്ടർ സ്ഥാനത്ത് അദ്ദേഹം അവരിനെ പിന്നെ എല്ലാവരും അനുഗ്രഹം കൊണ്ട് എന്നെ നിയമിച്ചു. അങ്ങനെ നന്നായി പോകുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ നാട്ടിൽ നിന്ന് കിട്ടിയ ആ പ്രചോദനം ആ ആളുകളെ സഹായിക്കാനായി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചതും വളർന്നതും മറ്റുള്ളവരെ കൊണ്ടായതുകൊണ്ട് മറ്റുള്ളവർക്ക് വലിയ ചെയ്യുക എന്ന എൻ്റെ ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാ പൊതു കാര്യങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായി പിന്നെ KMCC എന്ന് പറയുന്ന പിന്നെ സാംസ്കാരിക സംഘടനയുടെ ഇവിടുത്തെ UAE-യുടെ പിന്നെ നാഷണൽ കമ്മിറ്റി പ്രസിഡൻ്റാണ്. ഞങ്ങൾക്ക് 40,000-ഓളം മെമ്പർമാരാണ് UAE-യിൽ ഔദ്യോഗിക മെമ്പർമാർ. അതിലധികം അനൗദ്യോഗിക മെമ്പർമാരും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പിന്നെ 100 ആളുകൾക്ക് കഴിഞ്ഞ ആഴ്ചയോടെ പിന്നെ 100 ആളുകളിൽ 72 ആളുകൾക്ക് ഞങ്ങളിപ്പോൾ ഫ്രീ ആർട്ട് സർജറി നടത്തി കൊടുത്തു. അവിടെ ഞങ്ങൾ പിന്നെ കേരളത്തിൽ ഞങ്ങളും KMCC-യും മിംസും കൂടിയിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. ഫ്രീ ആയിട്ട്. അതായത് ഇപ്പം അതിൽ ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല, രാഷ്ട്രീയം നോക്കാറില്ല. പിണറായി വിജയൻ്റെ ആളുകൾക്ക് വിജയരാഘവൻ വിളിച്ച് കക്ഷികൾക്ക് വരെ ഞങ്ങൾ പിന്നെ ഇത് ചെയ്തു കൊടുത്തു. അതുകൂടാതെ മറ്റൊരു സംഘടനയുടെ ഭാരവാഹിത്വം താങ്കൾ വഹിക്കുന്നുണ്ട്, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഫുജിറയിൽ. ഇവിടുത്തെ ഈ ഇന്ത്യക്കാരെ പ്രതിദാനം ചെയ്യുന്ന എല്ലാ നാഷണാലിറ്റികളും, അതായത് കേരളക്കാർ മാത്രമല്ല, ഫുജിറയിൽ 60,000-ഓളം ഫുജിറ ഈസ്റ്റ് കോസ്റ്റ്, ഫുജിറ, റാസൽ, കോർഫുഖാൻ, കൽബ ഈ ഏരിയകളിൽ മൊത്തം 60,000-ഓളം ഇന്ത്യക്കാരുള്ളത്. അതിൽ 25,000-ഓളം മലയാളികളുണ്ട്. ഈ മൊത്തം 60,000-ഓളം വരുന്ന ഇന്ത്യക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സംഘടനയാണ് പിന്നെ ISC, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ്. ഇവിടെ പിന്നെ മലയാളികൾ ഞങ്ങൾ ഇതിൽ മെമ്പർമാരുടെ കൂട്ടത്തിൽ അധികം ഇല്ല എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ബോംബെ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക, അവിടെ എല്ലാ ആളുകളും നമ്മളെ ഇന്ത്യൻ അസോസിയേഷനിൽ. പക്ഷേ അവിടെ കഴിഞ്ഞ 6 വർഷത്തോളം എനിക്ക് അതിന് പ്രസിഡൻ്റാവാൻ ഭാഗ്യം കിട്ടിയിരുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ 2 വർഷമായി ഞാൻ രംഗത്തില്ലായിരുന്നു. കാരണം എൻ്റെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഞാൻ ലണ്ടനിലായിരുന്നു കഴിഞ്ഞ 9 മാസക്കാലം. ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഇവിടെ എത്തി. ഇപ്പം ഒരു 1.5 വർഷമായി. അപ്പം ഈ കഴിഞ്ഞ മാസം നടന്ന പിന്നെ ഇലക്ഷനിൽ വീണ്ടും ഞാൻ പ്രസിഡൻ്റായി ഇന്ത്യൻ അസോസിയേഷൻ്റെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. നാവിൽ വെള്ളമൂർന്ന ബിരിയാണിക്ക് വാലയിൽ ബിരിയാണി റൈസ്. അർപ്പണ മനോഭാവം, കഠിന പ്രയത്നം, അതൊന്നു മാത്രമാണ് ഓരോ വിജയത്തിന് പിന്നിലെയും രഹസ്യം. ടാറ്റ ലക്കി സെന്റർ, ഭാഗ്യവാന്മാരുടെ വിജയമന്ത്രം. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത. നമ്മൾ ഏവരും കാത്തിരുന്ന ആ രാജാവ് തിരിച്ചെത്തിയിരിക്കുന്നു. പ്രീമിയർ, ദ കിങ് ഓഫ് ഫുട്വെയർ. Telephony Telecom Technologies, to be the #1 support service provider for telecom and IT solutions in the region, with a global outlook and reach by providing cost-effective customer-oriented services. Telephony was a success from the word go. Today, Telephony can boast a veritable who's who of international companies as its clients. Telephony Telecom Technologies, in search of true greatness. You wish it. We have it. City Flower Department Stores, Riyadh, Dammam, Khafar Al Batin, Hail, Buraida, Jubail, Manama, Bahrain.
I will plan our holiday this time. But everything is planned, sweetheart. ITL Managing Expectations. ഭരണാധികാരിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അനേകം ഇന്ത്യക്കാർക്ക് ഇവിടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റിനെ തമ്മിൽ യോജിപ്പിക്കാനുള്ള ഒരു ബ്രിഡ്ജായി താങ്കൾക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് ഒത്തിരി കഴിച്ചിട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം ഈ റംസാൻ കാലങ്ങളിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ വിമോചിപ്പിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചില ഇന്ത്യക്കാരായ ചില ആളുകൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ശുപാർശ സേക്കുന്ന ഉത്തരവാദപ്പെട്ട ഭരണാധികാരിയോട് പറയുമ്പോൾ അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് പിന്നെ പല ഇന്ത്യക്കാരെയും ഈ വാഹന അപകടങ്ങളിലും മറ്റൊക്കെ പെട്ട് പണം കൊടുക്കാതെ കഴിയാതെ കിടക്കുന്ന പാവപ്പെട്ട ഒരുപാട് ഇന്ത്യക്കാരെ സഹായിക്കാനും അവരെ രക്ഷപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പല ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിലും നമ്മൾ സജീവമായി നമ്മൾ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ മാണിസാറിൻ്റെ ഒരു ബന്ധു ഇവിടെ ജയിലിൽ ആയപ്പോൾ അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ് ഷിപ്പിൽ. അദ്ദേഹത്തെ അറിയാതെ അദ്ദേഹം പെട്ടതായിരുന്നു. ആ വിഷയത്തിൽ മാണിസാർ നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ ഉടൻ ഇടപെടുകയും അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിൽ. താങ്കളുടെ ജീവിതം മറ്റുള്ളവർക്ക് തീർച്ചയായും ഇൻസ്പിറേഷൻ പകരുന്ന ഒരു വളരെ സംഭവബഹുലമായിരുന്നു. ഈ ജീവിതത്തെപ്പറ്റി താങ്കൾ എന്തെങ്കിലും ഒരു ഓർമ്മക്കുറിപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും പുസ്തകങ്ങൾ രചിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പലപ്പോഴായിട്ട് പിന്നെ പല പത്രങ്ങളിലും പല മലയാള പത്രങ്ങളിലും ഞാൻ പല ആർട്ടിക്കിൾ എഴുതാറുണ്ടായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, എൻ്റെ കാഴ്ചപ്പാട്, അതുപോലെ ഇവിടുത്തെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ, പ്രവാസി സമ്മേളനങ്ങളിലെ രീതികളെക്കുറിച്ച് ആ കാര്യങ്ങൾ ഞാനൊരു രാഷ്ട്രീയക്കാരനെ ഒരിക്കൽ പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിലും പ്രവാസികളുടെ കാര്യം വരുമ്പോൾ ഞാൻ പ്രവാസി രാഷ്ട്രീയമായിരിക്കുള്ളൂ. അവിടെ ഞാൻ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും നോക്കാറില്ല. ഞങ്ങൾ ഒറ്റക്കണം. ഇവിടെ ഇവിടെ ഒരു പ്രവാസി ആക്ഷൻ കൗൺസിലുണ്ട് ദുബായിൽ. അതിൽ ദലയുടെ ഭാഗത്തുകൂടി അടക്കമുള്ള ഒരുപാട് ആളുകളുള്ള അതിൻ്റെ ചെയർമാൻ ഞാനാണ്. ഇവിടുത്തെ BJPക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരൊക്കെ ചെയർമാനാക്കിയത് തന്നെയായിരുന്നു. അപ്പം പ്രവാസികളുടെ കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കാറുണ്ടായിരുന്നു ലേഖനങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ പിന്നെ എൻ്റെ നേരത്തെ പറഞ്ഞ ഈ ഫുട്ബോൾ അതൊക്കെ എനിക്ക് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുമെന്ന് തോന്നിയപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഞാനൊരു പുസ്തകം പിന്നെ തലയിൽ എഴുത്ത് എന്നൊരു പുസ്തകം മലയാളത്തിൽ രചിച്ചിരുന്നു. പിന്നീട് അത് ഞാൻ ലണ്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, സത്യത്തിൽ ഞാൻ അവിടുത്തെ അനുഭവങ്ങൾ പലപ്പോഴും കുത്തിക്കുറിക്കുമ്പോൾ ആ നഴ്സുമാരും ഡോക്ടർമാരൊക്കെ എന്നോട് ചോദിക്കും വാട്ട് ആർ ഡൂയിങ്. ഞാൻ പറഞ്ഞു ഞാൻ ആർട്ടിക്കിൾ അപ്പോൾ എന്തുകൊണ്ട് വായിക്കാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവർക്കൊക്കെ വായിക്കാൻ സൗകര്യം രൂപത്തിൽ ഞാൻ ഇംഗ്ലീഷ് കുറേ ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതിൻ്റെ ഒരു പുസ്തകം കൂടി ഞാൻ പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. കാരണം ഞാൻ തിരിച്ചു വരില്ല എന്നൊരു തോന്നലുണ്ടായ സന്ദർഭത്തിലാണ് ഞാൻ ഇത് എഴുതിയത്. അത് കുറച്ച് വൈകാരികമായിരുന്നു ആ എഴുത്ത് തോന്നുന്നു. അപ്പം ആ പുസ്തകം ഡെസ്റ്റിനി എന്ന പേരിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അതായിരുന്നു. അതായത് അന്ന് എൻ്റെ അനുഭവങ്ങൾ എനിക്ക് പിന്നെ ഞാൻ പലപ്പോഴും പറയും ഒരു മുസ്ലിം ബോഡിയും ഒരു ക്രിസ്ത്യാനിയുടെ ലിവറും ഹിന്ദുവിൻ്റെ ചോരയും കലർന്ന ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ടായിരുന്നു. കാരണം എനിക്ക് ദാനം തന്നത് ഒരു ഗിഫ്റ്റഡായിട്ട് ലിവർ കിട്ടിയത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ ഒരു കുട്ടിയുടെ ലിവറാണ്. അന്ന് എനിക്ക് ചോര വേണ്ടി വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് വേണു അതുപോലെ പിന്നെ കൃഷ്ണക്കുട്ടി ഇവരെ ലണ്ടനിലുള്ള മുമ്പ് ഇവിടെ ഫുജറി ജോലി ചെയ്യുന്നവർ അവരുടെ ഫാമിലിയിൽ നിന്നും അവരുമാണ് എനിക്ക് ബ്ലഡ് തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ആധികാരികമായി പറയാൻ പറ്റുമായിരുന്നു ക്രിസ്ത്യാനിയുടെ ലിവറും ഹിന്ദുവിൻ്റെ ചോരയും മുസ്ലിമിൻ്റെ ബോഡിയുമായി ദേഹവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ പറയാൻ എനിക്ക് യാതൊരു സങ്കോചവും ഇല്ലായിരുന്നു. മതേതരത്വം എന്ന് പറയുമ്പോൾ അത് താങ്കൾ തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാൻ ഞാൻ പലപ്പോഴും എൻ്റെ മുസ്ലിം സമൂഹത്തോട് അത് പലപ്പോഴും മുസ്ലിം നിങ്ങളുടെ സമൂഹത്തിൽ ഈ ട്രാൻസ്പ്ലാന്റ് അതായത് മറ്റുള്ളവരുടെ അവയവദാനത്തെക്കുറിച്ച് തെറ്റായ തെറ്റിദ്ധാരണകളുണ്ട്. അത് നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്നെ
ഒരു മുസ്ലിമായ എനിക്ക് ഇത് ജീവിക്കാൻ എനിക്ക് ദാനം തന്നത് ക്രിസ്ത്യാനിയാണ് എങ്കിൽ എന്തുകൊണ്ട് മുസ്ലിമായ എനിക്ക് എൻ്റെ കരൾ എൻ്റെ കിഡ്നി എന്തുകൊണ്ട് എനിക്ക് മറ്റു സമുദായക്കാരന് എൻ്റെ സഹജീവിക്ക് ദാനം കൊടുത്തുകൂടാ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പലപ്പോഴും പറയാറ് അതുകൊണ്ടാണ്. ജീവിതത്തെ പലരും പല വീക്ഷണകോണുകളിൽ നിന്നാണ് നോക്കിക്കാണുന്നത്. അവിചാരിതമായ സംഭവങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു തുടർച്ചയാണ് ജീവിതം എന്നുള്ളത് കൊണ്ടാണോ, അങ്ങനെയാണോ താങ്കൾ കാണുന്നത്? അതുകൊണ്ടാണോ താങ്കളുടെ പുസ്തകത്തിന് തലയിലെഴുത്ത് എന്ന പേര് നൽകിയത്? എല്ലാം അവിചാരിതമാണ്. ജീവിതം മുഴുക്കെ എനിക്ക് ഒരു അവിചാരിതമായതാണ്. എൻ്റെ കുട്ടിക്കാലം, അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസം, പിന്നീട് എൻ്റെ ഈ ജോലി, അതിനുശേഷം എനിക്ക് കിട്ടിയ ലിവർ, കരൾ. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമമുണ്ടായത് എന്നെ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ എനിക്ക് കരുത്ത് നൽകാനും എന്നെ ശുശ്രൂഷിക്കാനും എൻ്റെ കൂടെ ഉണ്ടായത് എൻ്റെ മോനായിരുന്നു. അമീൻ. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു ആ രംഗം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകണ 2-3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു മോനോട്, അമീൻ, ഐ വാണ്ട് ടു റൈറ്റ് മൈ ലാസ്റ്റ് വിഷ്. എൻ്റെ അവസാനത്തെ ആഗ്രഹം വസിയത്ത് എഴുതി വെക്കണം. നീ നമ്മുടെ പുത്തൂരിലെ വീട്, ഉമ്മക്ക് ഇന്ന ഭാഗം, ഇന്നയാൾക്ക് ബാംഗ്ലൂരിൽ ആ പ്രോപ്പർട്ടി, മോൾക്ക് നിനക്ക് ഇന്ന കാര്യങ്ങൾ, പിന്നെ അഭിയൊന്ന് പഠിക്കാൻ ഞാൻ ബാംഗ്ലൂർ വെച്ച് കാശ് ഇട്ടിട്ടുണ്ട്, ഒക്കെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നോപ്പ, ഡോണ്ട് സേ ദാറ്റ്. ഉപ്പ മരിക്കില്ല, ഞാൻ മരിച്ചിട്ടേ ഉപ്പ മരിക്കുള്ളൂ. ഞാനത് അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു അവൻ അള്ളാഹിനോട് അത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പിന്നെ കഴിഞ്ഞ ഡിസംബർ 25 അവൻ ഹുജറയിൽ കുളിക്കാൻ പോയപ്പോഴോ നീന്താൻ പോയപ്പോഴോ കടലിൽ മുങ്ങി മരിച്ചപ്പോഴോ എനിക്ക് തോന്നി അവൻ അള്ളാഹിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അത് അള്ളാഹു കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു. അതാണ് എല്ലാം. ലൈഫ് അവിചാരിതമാണ്. നമ്മളൊന്നും ഉദ്ദേശിക്കുന്നു, അള്ളാഹു മറ്റൊന്നും ഉദ്ദേശിക്കുന്നു. അതിൻ്റെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നും ഇപ്പോഴും ഒരു നിശ്ചയമില്ല. അതതിൻ്റെ വഴിക്ക് പോകും. അള്ളാഹിൻ്റെ കയ്യിൽ അള്ളാഹു തീരുമാനിക്കും. ഗോഡ് ഡിസ്പോസസ് എന്നാണ്. വിഷുവിന്റെ സമ്പൽ സമൃദ്ധിയിൽ, ഈസ്റ്ററിന്റെ വിശുദ്ധിയിൽ SBT നൽകുന്നു അനുപമ ഡിപ്പോസിറ്റ് സ്കീം. 1111 ദിവസത്തെ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ 9.25%, മുതിർന്ന പൗരന്മാർക്ക് 9.55% പലിശ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, വിശ്വസ്തയുടെ സുദീർഘമായ പാരമ്പര്യം. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത. നമ്മൾ ഏവരും കാത്തിരുന്ന ആ രാജാവ് തിരിച്ചെത്തിയിരിക്കുന്നു. പ്രീമിയർ, the king of footwear. Mart 50% off. Garments, electronics, households, footwears, ladies' bags, furniture, curtains and many more items. G-Mart. Affordable lifestyle shopping. King Faisal Street, Batta, Fatima Supermarket Department Stores and Al Bateen Mall across the UAE and Oman. Fatima, find your style in shopping. സുനിച്ചമ്പറ, നമ്മുടെ ഷബീർ ഇതിനെത്ര മാർക്ക് കൊടുക്കും? 100-ൽ 100 മാർക്ക്. വിരുന്നൊരുക്കും മലബാറിന്റെ സ്വാദിനൊപ്പം മലയിൽ ചിക്കൻ മസാല. താങ്കളുടെ ഫാമിലിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അവരൊക്കെ ഇവിടെയാണോ അതോ നാട്ടിലാണോ? ഫാമിലി ഇവിടെയാണ്. പിന്നെ ഭാര്യ, മൂത്ത മകള് കല്യാണം കഴിച്ചു. ഹസ്ബൻഡിൻ്റെ കൂടെ ചിക്കാഗോയിലാണ്, അമേരിക്കയിലായിരുന്നു. പിന്നെ രണ്ടാമത്തെ മകള് ഫാഷൻ ഡിസൈൻ പഠിച്ചപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ പഠിച്ചത് ഗിഫ്റ്റിൽ നമ്മൾ ബാംഗ്ലൂരിൽ. ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അമീൻ, അവൻ ഇവിടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ദുബായിൽ പഠിക്കുമ്പോഴാണ് ഈ അത്യാഹിതം ഉണ്ടായത്, മരിച്ചുപോയത്. പിന്നെ അവൻ്റെ അനിയൻ അമീർ ഇവിടെ സെൻറ്റ് മേരീസിൽ പഠിക്കുന്നു, 12ാം ക്ലാസ്സിൽ, ലാസ്റ്റ് ഇയർ. ഫാമിലി ഏകദേശം 3.5 പതിറ്റാണ്ടോളം നീണ്ട താങ്കളുടെ സംഭവബഹുലമായ ജീവിതത്തിൽ വളരെയധികം പുരസ്കാരങ്ങൾ താങ്കളെ തേടിയെത്തിയിട്ടുണ്ടാവാം. ഇതിലേതെങ്കിലും താങ്കൾക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഒത്തിരി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കാൻ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ മനസ്സിൽ ശ്രദ്ധിക്കപ്പെട്ട, അല്ലെങ്കിൽ മനസ്സ് അറിഞ്ഞും കൊണ്ട് സ്വീകരിച്ച
ഇത് ഒന്ന് അടുത്ത കാലത്ത് അസ്ലമിൻ്റെ പേരിൽ, കാരണം അസ്ലം എൻ്റെ ഒരു കുട്ടിയായിരുന്നു, എൻ്റെ കുട്ടിയായിരുന്നു, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു പയ്യനായിരുന്നു. കുട്ടിക്കാലത്ത് അവൻ്റെ 10ാം വയസ്സ് മുതൽ എനിക്കത് അറിയാമായിരുന്നു. പിന്നീട് ദുബായിൽ ഷെയ്ഖ് മുഹമ്മദ് മുഹമ്മദിൻ്റെ ഇവിടുത്തെ UAE ഭരണാധികാരിയും ദുബായ് സംസ്ഥാനത്തിൻ്റെ ദുബായ് സ്റ്റേറ്റിൻ്റെ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിൻ്റെ ഓഫീസ് എന്നെ പോലെ കൈകാര്യം ചെയ്തിരുന്ന ആളായിരുന്നു അസ്ലം. അപ്പം നാട്ടിൽ നിന്നുള്ള പരിചയപ്പെട്ട് വന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവൻ്റെ പേരിൽ ഒരു പുരസ്കാരം അവാർഡ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് താല്പര്യം അറിയാൻ വാങ്ങിച്ചു. അങ്ങനെ അതിന് മുമ്പ് കിട്ടിയ അവാർഡുകൾ ഏറ്റവും പിന്നെ എനിക്ക് മനസ്സിൽ തറക്കുന്നത് ഇവിടെ DSF ദുബായ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ നടത്തിയ പിന്നെ ഗാലപ്പോളിൽ കിട്ടിയ പിന്നെ ഗൾഫിലെ പൊതുപ്രവർത്തകനുള്ള അവാർഡായിരുന്നു. പിന്നെ ട്രിവാൻഡ്രം മലയാളി അസോസിയേഷൻ്റെ അതുപോലെ നിങ്ങളുടെ ദർശന TVയുടെ അതുപോലെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിരുന്നു. നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഇന്ന് അറബ് നാടുകളിലേക്ക് വന്ന് ഉപജീവന മാർഗം കണ്ടെത്തണമെന്നും മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം കൈവരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ടാകും. അവർക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? ഒത്തിരി അവസരങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന മേഖലയാണ് സ്ഥലമാണ് ഗൾഫ് നാടുകൾ. പക്ഷെ വേണ്ടത് ഞാൻ നേരത്തെ എൻ്റെ ജീവിത കഥയിൽ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം, പിന്നെ സിംപ്ലിസിറ്റി ആൻഡ് ഹൗ സിമ്പിൾ ആൻഡ് ഹൗ ഹംബിൾ യു ആർ, അതായിരിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രമാത്രം നിനക്ക് ഹംബിളാവാൻ കഴിയും ഒരാളുടെ മുന്നിൽ, അതുപോലെ ഈഗോ ഇല്ലാതെ പരസ്പരം ഒരു കുടുംബത്തെ പോലെ പ്രവർത്തകരെ കൂടെ ഒന്നിച്ച് പോവുകയാണെങ്കിൽ അവരെ നിന്നെ വളർത്തും. അങ്ങനെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ അനുഭവക്കഥ ഞാൻ പറഞ്ഞത്, ഞാൻ വന്ന സമയത്ത് AC ഇല്ലാത്ത റൂമിൽ കിടക്കേണ്ടി വന്ന് എനിക്കൊരു പരിതപ്പിക്കേണ്ടി വന്നിട്ടില്ല, ഞാൻ ദുഃഖിച്ചില്ല. അത് എൻ്റെ അനുഭവം അതായിരുന്നു. പക്ഷെ ഞാൻ സർവൈവ് ചെയ്തു പോയിരുന്നതാണ്. അപ്പോൾ ഈ ചൂട് കാലത്ത് പോലും AC ഇല്ലാത്ത റൂമിൽ താമസിക്കാൻ ഒരുവിധം ആൾക്കാർക്കൊന്നും കഴിയില്ല. പിന്നെ നമ്മളെപ്പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോളേജ് ലൈഫിൽ നിന്ന് വന്ന് കോളേജിലെ ആ എല്ലാ ഇതിലും പയറ്റി വന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ജോലിയിലൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസം തോന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അങ്ങനെ ചെറുതായി വരുമ്പോഴേ വലുതായി മുന്നോട്ട് പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഏറ്റവും അധികം ഞാൻ ഉപമിക്കാറോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുൻഗാമികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ യൂസുഫ് അലി ഖാനെ പോലത്തെ ആളുകൾ, ജോയി ആലുക്കാസിനെ പോലത്തെ ആളുകൾ, അവരൊക്കെ വന്നത് അങ്ങനെയായിരുന്നു. യൂസുഫ് അലിക്ക് വളരെ താഴ്ന്നു വന്ന് ഇന്ന് ഒരു സാമ്രാജ്യം 108, 109 മോളുകളുടെ അധിപനായി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു സ്റ്റോർ കീപ്പറായൊക്കെ വന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ വഹാബിക്ക, അതുപോലെ ഇവരൊക്കെ വന്നത് എങ്ങനെയായിരുന്നു, അവരുടെ ഫുൾ ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ രസകരമായ ഹിസ്റ്ററിയാണ്. എല്ലാവരും താഴ്ന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ആളുകളുടെ ആ സിംപ്ലിസിറ്റി, ആ ഹാർഡ് വർക്ക്, അതായിരുന്നു അവരുടെ വിജയം. അതാണ് നമ്മൾക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളെത്താനും നമ്മൾക്ക് കഴിയും. വളരെയധികം ആളുകൾക്ക് ഒരു പാഠപുസ്തകമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിതക്കുറിപ്പുകൾ അദ്ദേഹം തലയിലെഴുത്ത് എന്ന പുസ്തകത്തിലൂടെ നമുക്ക് മുൻപിൽ തന്നിട്ടുമുണ്ട്. അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ഇത്രയും തിരക്കുകളുണ്ടായിട്ടും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ ജീവിതാനുഭവം, വളരെ ഇൻസ്പിറേറ്റിംഗ് ആയിട്ടുള്ള താങ്കളുടെ ജീവിതാനുഭവം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിനും വളരെയധികം നന്ദി. താങ്ക് യു. സുൽത്താൻ ഗോൾഡ് പാട്ടിന്റെ കയ്യൊപ്പ്.
Brought to you by Sultan Gold International, Mangalore, Kasargod, Kanjangad. in association with അനേകം ജീവിത മുഹൂർത്തങ്ങൾ അതുല്യമായൊരു മാട്രസിൽ സ്കൈഫോം മാട്രസ്. പുതുമക്കാർ കൊതിച്ച പഴമയുടെ രുചി മലയിൽ കറി പൗഡർ. ഈസി കുക്ക്, എ ഫാസ്റ്റ് വേ ഓഫ് കുക്കിംഗ്. രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശവുമായി ബോബി ചമ്മണ്ണൂർ 600 കിലോമീറ്റർ ഓടുന്നു. ഗാർലിക് പോർട്സ്. ടാറ്റ ലക്കി സെന്റ് ഭാഗ്യവാന്മാരുടെ വിജയമന്ത്രം കേരളത്തിലെ 14 ജില്ലകളിലും. ഓരോ ചുവടിലും അന്തസ്സ്, മഹിമ, പ്രതാപം.